കുളി ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ കുളിയുടെ ഗുണമറിയണമെങ്കിൽ ആരോഗ്യവശങ്ങൾ അറിഞ്ഞ് തന്നെ കുളിക്കണം. അല്ലാതെ വെറുതെ ശരീരത്തിൽ വെള്ളം കോരി ഒഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. നാം കുളിക്കുമ്പോഴും കുളി കഴിഞ്ഞ് തോർത്തുമ്പോഴും പലതരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് 2 നേരം കുളിക്കണമെന്നാണ് ആയുർവേദം പറയുന്നത്. സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയ സമയത്തും. സൂര്യനുദിക്കും മുമ്പ് കുളി കഴിഞ്ഞാൽ ശരീരക്ഷീണം ഉണ്ടാവില്ല. സൂര്യനുദിച്ച ശേഷം കുളിച്ചാൽ ശരീരം ഉടനെ തന്നെ വിയർക്കാൻ തുടങ്ങും. അതുകൊണ്ട് കുളിച്ചതിന്റെ ഫലം കിട്ടുകയുമില്ല. കൂടാതെ വിയർപ്പ് നെറുകയിലിറങ്ങി തലവേദന വരാനും സാധ്യതയുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഉറക്കച്ചടവ് മാറും മുമ്പ് കുളിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് കൂടുതൽ ഉത്തമം. ഇങ്ങനെ കുളിക്കുമ്പോൾ നിങ്ങളുടെ അന്നത്തെ ദിവസം ഊർജത്തിന്റെയും ഉന്മേഷത്തിന്റെയും ദിവസമായി മാറും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഉണ്ടു കുളിച്ചവനെ കണ്ടാ കുളിക്കണം എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട് മലയാളത്തിൽ. ഇത് ഭക്ഷണം കഴിച്ച് കുളിക്കുന്നവരെ കുറിച്ചുള്ള ചൊല്ലാണ്. ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് പഴഞ്ചൊല്ലും ആരോഗ്യ വിദഗ്ധരും വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം കുളിക്കുന്നത് പോലെ തന്നെ ആരോഗ്യകരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് വ്യായാമം കഴിഞ്ഞ ഉടനെയുള്ള കുളി. ജിമ്മിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇത്തരത്തിൽ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഇങ്ങനെ ചെയ്യുന്നത് ശാരീരികാവശതകൾക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതുമാത്രമല്ല വിയർപ്പിനൊപ്പം കുളിക്കുമ്പോൾ ബാക്ടീരിയ പടരാനും കാരണമാകുന്നു. അതുകൊണ്ട് വ്യായാമം ചെയ്ത ഉടനെ കുളിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതൊഴിവാക്കാൻ ശ്രദ്ധിക്കുക. കുളിക്കുമ്പോൾ പലരും മറക്കുന്ന ഒരു ഭാഗമാണ് കാലിലെ ഉപ്പൂറ്റി. കാലിന്റെ ഉപ്പൂറ്റി തേച്ച് ഉരച്ച് കുളിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. നമ്മളിൽ പലരും ഇത് കാര്യമാക്കിയെടുക്കാറില്ല. എന്നാൽ അതത്ര നല്ലതല്ല. കാലിന്റെ ഉപ്പൂറ്റി തേച്ചുരച്ച് കുളിക്കുന്നത് വഴി ഒരുപാട് ഗുണങ്ങളുണ്ട്. ശരീരത്തിലെ മൃതകോശങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഉപ്പൂറ്റിയിലാണ്. ബാക്ടീരിയയും ഫംഗസും ഏറ്റവും ബാധിക്കുന്നതും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കുളിക്കുമ്പോൾ ഉപ്പൂറ്റി കഴുകാൻ മറക്കരുത്. തലയിൽ ആദ്യം വെള്ളമൊഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് കാലിൽ ആദ്യം വെള്ളമൊഴിക്കുന്നത് എന്നത് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. കാരണം നേരിട്ട് തലയിൽ വെള്ളമൊഴിക്കുമ്പോൾ തലവേദന പോലെ പല അസ്വസ്ഥതകളും വരും. എന്നാൽ കാലിൽ ആദ്യം വെള്ളമൊഴിക്കുന്നത് വഴി തണുപ്പ് വരുന്നുണ്ട് എന്ന് തലച്ചോറിനെ അറിയിക്കാനുള്ള ഒരു വഴി കൂടിയാണ്. തലയിൽ ആദ്യം വെള്ളമൊഴിക്കുമ്പോൾ അത് പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷവറിൽ കുളിക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഷവറിൽ നിന്ന് വെള്ളം നേരിട്ട് തലയിലേക്കാണ് പതിക്കുന്നത്. ഇത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷവറിൽ കുളിക്കുന്നവർ ശ്രദ്ധിക്കുക. ആദ്യം കാലുകളിലേക്കാണ് വെള്ളം ഒഴിക്കേണ്ടത്. അതിനുശേഷം എവിടെ വേണമെങ്കിലും നനച്ച് കുളിച്ചു തുടങ്ങാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തലയിൽ ആദ്യം വെള്ളം ഒഴിച്ചു തുടങ്ങരുത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുളി കഴിഞ്ഞ് തോർത്തുന്ന കാര്യത്തിൽ പലരും അശ്രദ്ധ കാണിക്കാറുണ്ട്. തോന്നിയ പോലെ തോർത്തുന്നവരാണ് പലരും. എന്നാൽ പലരും ശരീരത്തിൽ ഒലിക്കുന്ന വെള്ളവുമായി തന്നെ കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വരാറുമുണ്ട്. ഇതത്ര നല്ലതല്ലെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കുളി കഴിഞ്ഞ് തോർത്തുമ്പോൾ ആദ്യം തലയല്ല തോർത്തേണ്ടത്. പലരും കുളി കഴിഞ്ഞ് ആദ്യം തലയായിരിക്കും തോർത്തുക. എന്നാൽ ഇതത്ര നല്ലതല്ല. തല തോർത്തുന്നതിന് മുമ്പ് മുതുകാണ് തോർത്തേണ്ടത്. ആദ്യം തല തോർത്തി തുടങ്ങുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. മേലുവേദന, നീർവീഴ്ച എന്നിവ ഉള്ളവർ പലപ്പോഴും കുളിയുടെ രീതി മാറ്റുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ കുളിയുടെ രീതി മാറ്റി നോക്കൂ. നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക.